അപ്പൊ പാഠപുസ്തകങ്ങളിലുള്ളത് മാത്രമല്ല, ആത്മീയമായതും മാനസികമായതും ശാരീരികമായതും ആ കുട്ടിക്ക് ലഭ്യമാകുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയിൽ ലഭ്യമാകുമ്പോഴാണ് ഒരു കുട്ടി പൂർണ്ണ വിദ്യാഭ്യാസം നേടുന്നത്. അത് നൽകാൻ KMUP സ്കൂളിന് കഴിഞ്ഞു എന്നുള്ളത് ഇവിടുത്തെ ഈ വലിയ ജനാരവം കാണുമ്പോൾ നമുക്ക് പൂർണ്ണ ബോധ്യമാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇത് വളർന്നു വരട്ടെ. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുടെയും നിസ്വാർത്ഥമായ സഹകരണം ഇതിന് ഇനിയും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് ഇവര്. നമ്മൾ പറയാറുള്ളത് സർവീസ് എന്നാണ്, അവരുടെ സേവനമായിട്ടുണ്ട്. ആ സേവനത്തിൽ നിന്ന് അവർ വിരമിക്കുമ്പോൾ, നേരത്തെ ഡിജിറ്റൽ റിപ്പോർട്ടിൽ ഇവിടെ പറഞ്ഞു വിശ്രമ ജീവിതമാണ് ഡിജിറ്റൽ റിപ്പോർട്ടിൽ അവർക്ക് ആശംസിച്ചതെങ്കിൽ ഞാൻ പറയാണ്, ഒരിക്കലും നിങ്ങൾ ആരും വിശ്രമിക്കരുത്, ഒരിക്കലും വിശ്രമിക്കരുത്. വിശ്രമിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അധ്യാപകര് നിങ്ങളൊന്ന് നോക്കൂ, ഈ 4 പേരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ റിട്ടയർ ആവാനായി എന്നുള്ള പ്രായമുണ്ട്. അധ്യാപകർക്ക് അങ്ങനെ തോന്നാത്തതിന്റെ കാരണം അവർ പഠിപ്പിക്കുന്ന കുട്ടികളോടൊപ്പം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ എന്നും ചുറുചുറുക്കോടുകൂടി കുട്ടികളായി മാറുന്നത്. അപ്പൊ ഒരിക്കലും വിശ്രമിക്കാനുള്ള സമയമായിട്ടില്ല. അങ്ങനെ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നമുക്ക് തിരക്കുകൾ വേണം. തിരക്കുകൾ ഇല്ലെങ്കിൽ ചെറിയ തലവേദനയെ നമ്മൾ ചിന്തിച്ച് ക്യാൻസർ ആണോ എന്നാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം മനുഷ്യർക്കുണ്ട്. അപ്പൊ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടുക. ക്രിയേറ്റിവിറ്റിയോടുകൂടി നിങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകാൻ കഴിയണം. ഇനിയും പല സ്കൂളിന് അല്ലെങ്കിലും പൊതുരംഗത്ത് നിങ്ങളുടെയൊക്കെ സേവനം ഈ സമൂഹത്തിന് ആവശ്യമാണ്. ഒരുപാട് അനുഭവ സമ്പത്തുള്ള അധ്യാപകരാണ് നിങ്ങൾ. നിങ്ങളുടെ സേവനം തീർച്ചയായും വരും തലമുറയ്ക്ക് ആവശ്യമാണ്, നാടിനാവശ്യമാണ്, എല്ലാവർക്കും. തുടർന്ന് അങ്ങോട്ടും സ്വസ്ഥമായ പൊതുപ്രവർത്തന രംഗത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന 4 പേരായി മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.